ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. ഒരു തട്ടിക്കൂട്ട് പലഹാരമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ വീഡിയോ കട്ടായി പോയതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും വെണ്ണ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൂരിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്തോലും വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഒരു സവാളയുടെ പകുതി ഞാൻ ചെറുതാക്കി കൊത്തി എറിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്നിട്ട് ഇതിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വഴന്ന് വന്നാൽ മതി കേട്ടോ. വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഈ പൊടികളും കൂടി നമുക്ക് എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ്, ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയേക്കുന്നത്. അതിൽ നിന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കിത് ആദ്യമേ തന്നെ പൊടിച്ച് വെച്ചിട്ട് അതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചെറിയ ചെറിയ കട്ടകൾ കടന്നു നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇങ്ങനെ ഫൈനായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ ഇല്ലേ, അത് ഒന്നും കൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിപ്പത്തിൽ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. പൂരി പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഒന്നുകിൽ ചപ്പാത്തി കലയിൽ വെച്ചിട്ട് പൊടി ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി. ഞാനിവിടെ എനിക്ക് ചപ്പാത്തി പ്രസ് ഉള്ളതുകൊണ്ട് അതിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഞാനിതിൽ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്, ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് ചെറുതായിട്ട് ഈ ഒരു ചെറിയ വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നടുക്കോട്ട് നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ടില്ലേ, അതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക.
അതിനുശേഷം ജസ്റ്റ് ഉള്ളംകൈയിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഫില്ലിങ് എവിടെയെങ്കിലും പുറത്ത് ചാടി പോകുമെന്ന് തോന്നുവാണെങ്കിലോ എവിടെയെങ്കിലും ഓട്ടയുണ്ടെന്ന് തോന്നുവാണെങ്കിലോ ഒന്നിങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ തന്നെ പരന്ന് പോയിക്കോളും. ഈ രീതി ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ആ ഫില്ലിങ് നടുക്കോട്ട് വെച്ചിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച ശേഷം ഉള്ളംകൈയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കുക. അപ്പം ഞാൻ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു ശകല ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഡീപ് ഫ്രൈ വേണം ചെയ്തെടുക്കാം. നമുക്കിനി പൊരിച്ച് കോരി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് ഓയിൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു വശം ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിച്ചു മറിച്ചിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിൻ്റെ കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അല്ല ഫില്ലിംഗ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.